നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഇങ്ങ് അടുത്തു വരുമ്പോൾ അർജൻറ്റീനയുടെ സ്ക്വാഡിലെ സ്ഥാനം നഷ്ടമായേക്കാവുന്ന ചില പ്രധാനപ്പെട്ട താരങ്ങൾ അവരുടെ ലിസ്റ്റ് ഇതാ TYC സ്പോർട്സ് പുറത്തുവിട്ടിരിക്കുന്നു. ഇവരുടെ സ്ഥാനം ആശങ്കയിലാണ്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇവരുണ്ടാകുമോ എന്ന കാര്യം ഉറപ്പില്ല. പ്രധാനമായും റിക്കറിങ് ഇഞ്ചുറീസും പ്ലേയിങ് ടൈം ലഭിക്കാത്തതുമൊക്കെയാണ് മറ്റു ഓപ്ഷനുകളിലേക്ക് സ്കലോനിയെ പോകാൻ നിർബന്ധിതമാക്കുന്നത് എന്ന അർജൻറ്റീനയിലെ പ്രമുഖ മാധ്യമം TYC സ്പോർട്സ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അർജൻറ്റീന ടീമിൻ്റെ അടിത്തറ വളരെ ഭദ്രമാണ്, പക്ഷേ ചില മേഖലകളിൽ മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട്. നോക്കാം നമുക്ക് പ്രധാനമായിട്ടും ഏതൊക്കെ താരങ്ങളുടെ കാര്യത്തിലാണ് ആശങ്ക എന്നുള്ളത്. ഒന്ന്, ജിയോവാനി ലോ ചെൽസോയുടെ കാര്യമാണ്. അദ്ദേഹം കഴിഞ്ഞ വേൾഡ് കപ്പിലും വല്ലാത്ത രൂപത്തിൽ ഒരവസ്ഥയിലൂടെ കടന്നുപോയ ആളാണല്ലോ. സോ അദ്ദേഹത്തിന് ഇത്തവണയും വേൾഡ് കപ്പ് നഷ്ടമാകുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല, പക്ഷേ ഇപ്പോൾ ഒരു പുതിയ മസിൽ സ്ട്രെയിൻ വന്ന് അദ്ദേഹം സ്ക്വാഡിൽ നിന്ന് പുറത്താണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രെച്ചാണ്. ഇപ്പോഴാണ് ഇങ്ങനെ പരിക്ക് പറ്റിയിരിക്കുന്നത്. സ്പെയിനെതിരെയുള്ള ഫൈനലിസ്റ്റുമായി അദ്ദേഹം പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഫിറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അർജൻറ്റീന ദേശീയ ടീമിൽ ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടറാണ്. വെൻ ഈസ് നോട്ട്, അദ്ദേഹത്തിൻ്റെ ഓപ്ഷൻ തീർച്ചയായിട്ടും കളിക്കളത്തിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത് എന്ന് തന്നെ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സംതിങ് സിമിലർ ഈസ് ഹാപ്പനിങ് വിത്ത് യുവാൻ ഫോയ്ത്ത് എന്നുകൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും പരിക്കുണ്ട്. ഒരുപാട് മാസക്കാലമായിട്ട് അദ്ദേഹം പുറത്തിരിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിക്കവറി സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇയറിൽ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റി എല്ലായ്പ്പോഴും കോച്ച് വളരെ വലിയ രൂപത്തിൽ വാല്യൂ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ സമയം, വേൾഡ് കപ്പിന് മുമ്പ് ഫിറ്റാവുക എന്നുള്ളത് സമയം അദ്ദേഹത്തിനെതിരാണ്. എന്തായാലും അദ്ദേഹം മടങ്ങിയെത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഫ്ലാങ്കിൽ മാർക്കോസ് അക്യൂഞ്ഞ ടീമിലുണ്ടാകുമെന്നുള്ളത് കണ്ടിരണം. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അതിൽ തീരുമാനമുണ്ടാവുക എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് പറയുന്നത്. അദ്ദേഹം ബെസ്റ്റ് ഫോമിലേക്ക് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അതിവേഗത്തിൽ അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമം നൽകുന്നത്. എന്നാൽ സെയിം സെക്ടറിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, അദ്ദേഹം റെഗുലർ സ്റ്റാർട്ടറാണ് സ്കലോനിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തെ നല്ല രൂപത്തിൽ സ്കലോനി വിശ്വാസത്തിലെടുക്കുന്നുമുണ്ട്. പിന്നെ യങ് ബോയ്സ് ആയിട്ടുള്ള കുറച്ച് താരങ്ങളെ കൂടി ഇപ്പോൾ കോച്ച് പരിഗണിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതുകൂടാതെ പൗലോ ഡിബാല കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ആംഗേൽ കൊറേയ. ഈ താരങ്ങളുടെ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ തർക്കമൊന്നുമില്ല, പക്ഷേ അർജൻറ്റീന സ്ക്വാഡിലേക്ക് വേൾഡ് കപ്പിൽ അവസരം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുകൂടി TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മറ്റു ചില താരങ്ങൾ വളർന്നു വരുന്നതും ഇവർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. നിക്കോ പാസ്, ഹുലിയാന സിമിയോണി, വാലന്റിൻ ബാർക്കോ, ഫ്രാങ്കോ മസ്റ്റൻഡൂനോ, ഇങ്ങനെയുള്ള താരങ്ങൾ സ്ക്വാഡിലേക്ക് വരുമ്പോൾ അവരെ ഉൾപ്പെടുത്താൻ പലപ്പോഴും കോച്ച് തയ്യാറായേക്കും. കാരണം പഴയകാല പ്രതാപമല്ല, വേൾഡ് കപ്പ് നടക്കുന്നത് പ്രസൻറ്റിലാണ്. അപ്പോൾ അതനുസരിച്ചുള്ള താരങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് സ്കലോനി തീരുമാനിക്കുന്നു എന്നാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഏതായാലും സ്ക്വാഡിൻ്റെ ഫൗണ്ടേഷനിൽ വലിയ ഇളക്കമൊന്നും തട്ടിയിട്ടില്ല. എന്നാൽ ഇവിടെ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ചില വെറ്ററൻ താരങ്ങൾ പുറത്തു പോയേക്കും, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരങ്ങൾ പുറത്തു പോയേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫൻലിസിമ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് മാസത്തിലെ ആ മത്സരം, അതിന് സ്കലോനി എങ്ങനെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നുവോ അത് വേൾഡ് കപ്പ് സ്ക്വാഡിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.